നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാഷിംഗ്ടൺ DC-യിലെ ഒരു തണുത്ത ബുധനാഴ്ച വൈകുന്നേരം അമേരിക്കയിലെ മുൻനിര വനിതാ ഹിന്ദു അമേരിക്കൻ നിയമസഭാംഗവും പുതുതായി നിയമിതനായ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് അമേരിക്കയിലെ മുൻനിര വനിതാ ഹിന്ദു അമേരിക്കൻ നിയമസഭാംഗമാണ്. സാധാരണഗതിയിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർമാർ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരെ സന്ദർശിക്കുക പതിവല്ല. എന്നാൽ US പ്രസിഡന്റിന്റെ അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് കടന്നു ചെല്ലുന്ന തുളസി ഗബാർഡിനെയാണ് ഇന്നലെ ലോകം കണ്ടത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ഗബാർഡിനെ US സെനറ്റ് നിയമിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു മോദിയുടെ അമേരിക്കൻ സന്ദർശനം. അതിനു പിന്നാലെയാണ് ഈ അസാധാരണ കൂടിക്കാഴ്ച. ഇന്റലിജൻസ് ഡയറക്ടർമാർ സാധാരണ അന്താരാഷ്ട്ര നേതാക്കളെ പരസ്യമായി കാണുക പതിവല്ല. എന്നാൽ ഈ സവിശേഷ കൂടിക്കാഴ്ച ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദൃഢബന്ധത്തിന് സാക്ഷ്യമാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു. തുളസി ഗബാർഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് കുറിച്ചു. USA നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡിനെ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് കണ്ടു. അവരുടെ സ്ഥിരീകരണത്തിന് അഭിനന്ദനങ്ങൾ. ഇന്ത്യ USA സൗഹൃദത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. അവർ എപ്പോഴും അതിന് ശക്തമായ പിന്തുണ നൽകുന്നു. പ്രധാനമന്ത്രിയും തുളസി ഗബാർഡും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പിന്നീട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. ഭീകരവിരുദ്ധത, സൈബർ സുരക്ഷ, ഉയർന്നുവരുന്ന ഭീഷണികൾ, തന്ത്രപരമായ ഇന്റലിജൻസ് പങ്കിടൽ എന്നിവയിൽ ഉഭയകക്ഷി ഇന്റലിജൻസ് സഹകരണമാണ് തുളസി ഗബാർഡ് ലക്ഷ്യമിടുന്നത്. സുരക്ഷിതവും സുസ്ഥിരവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു അന്താരാഷ്ട്ര ക്രമത്തോടുള്ള അവരുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നു. പ്രധാനമന്ത്രി മോദി എത്തുന്നതിന് തൊട്ട് മുൻപ് ബ്ലെയർ ഹൗസിൽ US പതാക മാറ്റി ഇന്ത്യൻ പതാക സ്ഥാപിച്ചു. വൈറ്റ് ഹൗസിന് എതിർവശത്ത് 1651 പെൻസിൽവാനിയ അവന്യൂവിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ വസതി അന്താരാഷ്ട്ര സന്ദർശകർക്കുള്ള ഏറ്റവും മികച്ച അമേരിക്കയുടെ അതിഥി മന്ദിരമാണിത്. വിവിധ രാഷ്ട്രത്തലവന്മാർ, രാജകുടുംബാംഗങ്ങൾ, ആഗോള നേതാക്കൾ എന്നിവരെ ബ്ലെയർ ഹൗസ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ നയതന്ത്ര താമസ സ്ഥലങ്ങളിലൊന്ന് എന്നതാണ് ബ്ലെയർ ഹൗസിന്റെ പ്രത്യേകത. അമേരിക്കൻ നയതന്ത്ര മര്യാദയുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും മകുടോദാഹരണമാണ് ബ്ലെയർ ഹൗസ്. 70,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു സൗകര്യം. വൈറ്റ് ഹൗസ് സമുച്ചയത്തിന്റെ ഒരു സഹസ്ഥാപനമായി ഇത് പ്രവർത്തിക്കുന്നു. 119 മുറികൾ, 4 പരസ്പരബന്ധിതമായ ടൗൺ ഹൗസുകൾ എന്നിവ ഈ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. ലേഔട്ടിൽ 14 അതിഥി ചേംബറുകൾ, 35 കുളിമുറികൾ, 3 ഔപചാരിക ഡൈനിങ് ഏരിയകൾ, സന്ദർശകർക്ക് ആഡംബരപൂർണമായ താമസ സൗകര്യം എന്നിവയൊക്കെ ബ്ലെയർ ഹൗസിന് മാത്രം അവകാശപ്പെട്ടത്. എല്ലാവിധ സംവിധാനങ്ങളുമുള്ള പൂർണ്ണ സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ബ്യൂട്ടി സലൂൺ ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ്. ആധികാരിക കാലഘട്ടത്തിന്റെ ഫർണിച്ചറുകൾ, കലാസൃഷ്ടികൾ, ചരിത്രപരമായ കലാസൃഷ്ടികൾ എന്നിവയൊക്കെ ബ്ലെയർ ഹൗസിനെ മനോഹരമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്ലെയർ ഹൗസിലേക്ക് കടന്നു വന്നപ്പോൾ ബ്ലെയർ ഹൗസിന് പുറത്ത് ഇന്ത്യൻ പ്രവാസികൾ ഭാരത് മാതാ കീ ജയ് എന്ന് മുദ്രാവാക്യം മുഴക്കി. മോദി മോദി എന്ന വാക്കുകൾ തന്നെയായിരുന്നു അവിടെ മുഴങ്ങിക്കേട്ടത്. അവിടെ ഒത്തുകൂടിയ പ്രവാസികളുമായി മോദി സംവദിച്ചു, കൈ വീശിക്കാട്ടി. ബ്ലെയർ ഹൗസിന് പുറത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ നിന്നപ്പോൾ തിരമാലകൾ പോലെ പ്രവാസികളുടെ മുദ്രാവാക്യങ്ങളും അവരുടെ നീക്കങ്ങളും. തനിക്ക് കിട്ടിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു, ശൈത്യകാലത്തെ തണുപ്പിൽ ഒരു ഊഷ്മള സ്വീകരണം. തണുത്ത കാലാവസ്ഥയുണ്ടായിരുന്നിട്ടും വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ പ്രവാസികൾ എന്നെ വളരെ പ്രത്യേക സ്വീകരണത്തോടെ സ്വീകരിച്ചു. അവർക്കെന്റെ നന്ദി. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി താൻ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് വിമാനം കയറിയത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിൽ. US-ൽ പ്രധാനമന്ത്രി മോദി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡുമായി നടത്തിയ ആ കൂടിക്കാഴ്ച തന്നെയാണ് ലോകമാധ്യമങ്ങളിലെ മുഖ്യ വാർത്തയും. ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. ട്രംപിന്റെ ആദ്യ ടേമിൽ മോദിയുമായി ഊഷ്മളവും ഏകോപനവുമായ സൗഹൃദമായിരുന്നു ട്രംപ് സൂക്ഷിച്ചത്. ഈ കൂടിക്കാഴ്ച ഇന്ത്യ US ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലുള്ളതാക്കുമെന്ന് നയതന്ത്രജ്ഞർ വിശ്വസിക്കുന്നു. രണ്ടാം വരവിൽ ട്രംപ് കൂടുതൽ കരുത്തനായ പോരാളിയായി ലോകത്തിനു മുന്നിൽ നിൽക്കുന്നു. 2 തലത്തിലുള്ള യുദ്ധമുറകളാണ് ഇപ്പോൾ ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റത്തിനെതിരെയും ടാരിഫിനെതിരെയും. വൈറ്റ് ഹൗസ് ആതിഥേയത്വം വഹിക്കുന്ന 4ാമത്തെ ലോക നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
നേരത്തെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബ, ജോർദാൻ രാജാവ് അബ്ദുള്ള എന്നിവരെ ആതിഥേയത്വം വഹിച്ചിരുന്നു. ഇന്ത്യക്കാരായ നാടുകടത്തപ്പെട്ടവരോടുള്ള അമേരിക്കയുടെ പ്രത്യേക പെരുമാറ്റമായിരിക്കാം ഇക്കുറി ചർച്ചയിൽ ഉയർന്നു വരുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യ അമിത പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യത ചിലർ തള്ളിക്കളയുന്നു. 104 ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ US നാടുകടത്തിയിരുന്നു. അവരുടെ കൈകളിലും കാലുകളിലുമൊക്കെ വിലങ്ങ് വെച്ചത് ഇന്ത്യയിൽ വലിയ ചർച്ചയായി ഉയർന്നു. 800 പേരെ കൂടി ഇന്ത്യയിലേക്ക് നാടുകടത്താനുള്ള പദ്ധതി അമേരിക്ക തയ്യാറാക്കി കഴിഞ്ഞു. അനധികൃതമായി US താമസിക്കുന്ന 20,000-ഓളം ഇന്ത്യക്കാരെ ഇങ്ങോട്ട് തിരിച്ചയക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറുവശത്ത് വ്യാപാര ടാരിഫുകൾ ഒരു പ്രധാന സംഘർഷ ബിന്ദുവായി ഇപ്പോഴും നിൽക്കുന്നു. അലുമിനിയം, സ്റ്റീൽ എന്നിവയ്ക്ക് അമേരിക്ക 25% ഉയർന്ന തീരുവ ചുമത്തിക്കഴിഞ്ഞു. ഇത് ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുന്നു. നേരത്തെ ട്രംപ് ഇന്ത്യയെ ടാരിഫ് രാജാവ് എന്ന് മുദ്ര കുത്തിയിരുന്നു. ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ ട്രംപ് തുറന്നെതിർത്തു. ഇതിന് മറുപടിയായി മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഇന്ത്യ നിലവാരമുള്ള മോട്ടോർ സൈക്കിളുകളുടെയും ഇലക്ട്രിക് ബാറ്ററികളുടെയും ഒക്കെ തീരുവ കുറച്ചു. പരസ്പരം ടാരിഫ് കുറയ്ക്കുകയും മെച്ചപ്പെട്ട വിപണി ആക്സസിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയും ചെയ്യാം. US വിദേശ നയത്തിൽ ഇന്ത്യക്ക് തന്ത്രപരമായ ഒരു സ്ഥാനമുണ്ട്. ചൈനയെപ്പോലെ തന്ത്രപരമായ ഒരു എതിരാളിയല്ല US-ന് ഇന്ത്യ. UK-യോ ജപ്പാനെയോ പോലെ പരമ്പരാഗത സഖ്യകക്ഷിയോ അല്ല ഇന്ത്യ. അമേരിക്കയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നത് പലപ്പോഴും ഇന്ത്യ ഒഴിവാക്കാറുണ്ട്. ഇന്ത്യക്കെതിരെ അമേരിക്ക പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാടാണ് പുലർത്താറുള്ളത്. ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടുകൾക്ക് പേരുകേട്ട ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ പൊതുവെ നിഷ്പക്ഷത പുലർത്തും. പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഊഷ്മളമായ സൗഹൃദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പൊതുവെ ഇന്ത്യക്കാർ. 2019 ഹൂസ്റ്റണിൽ നടന്ന ഹൌഡി മോദി പരിപാടിയും 2020 ട്രംപിന്റെ അഹമ്മദാബാദ് സന്ദർശനവുമൊക്കെ അവരുടെ ഊഷ്മള ബന്ധത്തിന്റെ അടയാളങ്ങളാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയും ബ്രസീലുമാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും അധികം തീരുവ ചുമത്തുന്നത്. തീരുവ ചുമത്താൻ ഇനിയും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ കുഴപ്പമില്ല. പക്ഷെ തിരിച്ച് ഞങ്ങളും അതുതന്നെ ചെയ്യും. US-നെ എങ്ങനെയാണോ ഒരു രാജ്യം പരിഗണിക്കുന്നത് അതേ തലത്തിലായിരിക്കും ആ രാജ്യങ്ങളെയും ഞങ്ങൾ പരിഗണിക്കുക. ഇതാണ് ട്രംപിന്റെ നയപരിപാടി. US-ന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള 30-ലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ഇതിനിടയിൽ ചില ആലോചനകൾ നടത്തിയിരുന്നു. ട്രംപ് മോദി കൂടിക്കാഴ്ച ഇത്തരം ചില നിർണായക നിലപാടുകൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇന്ത്യ സൂചിപ്പിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തേക്കാൾ ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങളിലാവാം. വാഷിംഗ്ടണിനടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ വിമാനമിറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് തുടർന്ന് മോദി പോയി. അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ നരേന്ദ്രമോദി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. നേരത്തെ ഫ്രാൻസ് സന്ദർശിച്ചതിന് ശേഷമാണ് മോദി അമേരിക്കയിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് വ്യാപാര നിക്ഷേപ ബന്ധം ശക്തമാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ കൂടിക്കാഴ്ചയും നടന്നു. ഇൻഡോ പസഫിക് മേഖലയിലും വിവിധ ആഗോള വേദികളിലും കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ നടത്തുമെന്ന് ഇരു നേതാക്കളും പ്രതിജ്ഞയെടുത്തു. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ പൊതുജന താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഫ്രഞ്ച് നഗരമായ മാർസയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും തീരുമാനവുമെടുത്തു. ചരിത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ അമേരിക്ക സാക്ഷിയാകാൻ പോകുന്നത്. ട്രംപ് മോദി ചർച്ച കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് ഇന്ത്യയെ ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കരുത്തോടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ഊഷ്മളത അത് കൂടുതൽ ദൃഢമാകുമെന്നും ഈ കൂടിക്കാഴ്ചയിലൂടെ നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.